വികസിത തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടാണ് ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്താണ് ഭാവിയിൽ മനസ്സിലുള്ള ഒരു വികസന സ്വപ്നം? എൻ്റെ മാത്രം സ്വപ്നമല്ല അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മോദിജിയുടെ സ്വപ്നമാണ്. വികസിത ഭാരതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭാരതം വികസിച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കൺമുമ്പിലില്ലേ, ഇപ്പോൾ 2014 തൊട്ട് ഇങ്ങോട്ട് ഇതുവരെ 11 വർഷമായിട്ട് എന്താണ് ഭാരതത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം? അതിനു മുമ്പ് കടക്കെണിയിൽ മുങ്ങി എല്ലായിടത്തും രാജ്യങ്ങളുടെ മുമ്പിൽ മുട്ടിലിഴഞ്ഞ് വളരെ വലിയ ഒരു അരക്ഷിതാവസ്ഥ ജനങ്ങൾക്ക് അനുഭവപ്പെട്ട, സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം, ഒരിടത്തും ഉയർച്ചയില്ലാതിരുന്ന ആ ഒരു ഭാരതത്തിനെ നമ്മൾ എത്രമാത്രം ഉയരത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് വെറും 11 വർഷം കൊണ്ട്. തല കുത്തി നിന്നാൽ അവർക്ക് ഏതെങ്കിലും ഒരു ചെറിയ അഴിമതി ആരോപണം പറയാൻ പറ്റുമോ? ഈ സർക്കാരിന്, കേന്ദ്ര സർക്കാരിനെതിരെ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ വോട്ട് ജോലി തുടങ്ങിയ വിട്ടിത്തം നിറഞ്ഞ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നത്. അതുകൊണ്ട് അഴിമതിരഹിതമായിട്ടുള്ള വളരെ നല്ല വികസനം, ലോകത്തിൻ്റെ മുന്നിലുള്ള 4ാമത്തെ സാമ്പത്തിക ശക്തി. അതിനു മുമ്പ് 2012-13 ഒക്കെ 28ാം സ്ഥാനമായിരുന്നു ഭാരതത്തിന് സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ. ഇപ്പം 4ാമത്തെ, 3ാമത്തെ ആവാൻ പോകുന്നു. നമ്മൾ ജർമ്മനിയൊക്കെ വെച്ച് വയ്ക്കാൻ പോകുന്നു. എവിടെ പോയാലും കിട്ടുന്ന ഒരു സ്വീകാര്യത, ഭാരതീയൻ എന്ന് പറയുമ്പോൾ ലോകത്തെവിടെയും കിട്ടുന്ന ഒരു അംഗീകാരം, ഇതൊക്കെ തന്നത് നമ്മുടെ വികസിത ഭാരത സ്വപ്നമാണ്. അപ്പോൾ വികസിത ഭാരതം, ആത്മനിർഭർ ഭാരതം, എത്രയാണ് 69-70 പ്രോജക്റ്റുകളാണ് ഭാരതത്തിൽ ഉടനീളം ആളുകൾക്ക് വേണ്ടി. അന്ന യോജനകൾ, ശുചിത്വ മിഷൻ, അതുപോലെ ജോലിക്ക് വേണ്ടിയിട്ടുള്ളത് സൗജന്യമായിട്ടുള്ള പല പദ്ധതികൾ, ഉജ്ജ്വല മിഷൻ, ജലവായു മിഷൻ, ഒരുപാട് 69-70 പദ്ധതികൾ ഭാരതത്തിലുടനീളം ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി കിടഞ്ഞ് ശ്രമിച്ചുകൊണ്ട് നന്ദിക്കൊണ്ടിരിക്കുക. വികസനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വികസനം ഇങ്ങനെ വന്നത്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു കോണ് പോലും ഇല്ല ഭാരതത്തിൽ. ഫോൺ കിട്ടാത്ത ഒരു കോണില്ല. ഡിജിറ്റലായിട്ട് ആളുകൾക്ക് എല്ലാവർക്കും ബാങ്ക്, ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം, എന്തുമാത്രം വികസനമാണ്. കേരളം മാത്രം എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? കാരണം ഇവിടെ ഇത് മനസ്സിലാക്കാത്ത ജനങ്ങളും മനസ്സിലാക്കാത്ത ഭരണവുമാണുള്ളത്. ഇവിടുത്തെ ഭരണകർത്താക്കൾ പറയുന്നു, BJPയുടെ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട, PM ശ്രീ ആണെങ്കിലും വേണ്ട, ആയുഷ്മാൻ ഭാരത് ആണെങ്കിലും വേണ്ട, കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമായിരുന്ന സ്ഥലത്ത് 16,000 കോടി രൂപയാണ് ഒരു വർഷം കൊണ്ട് ഇവർ തള്ളിക്കളഞ്ഞത്. ധാർഷ്ട്യത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ. ഈ 16,000 കോടി രൂപ ജനങ്ങൾക്ക് കിട്ടേണ്ട, നാടിന് കിട്ടേണ്ട പൈസയാണ്. അല്ലാതെ CPMകാർ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എടുത്ത് തരുമായിരുന്നു? ഇല്ലല്ലോ. ഇതൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സർക്കാരിനെതിരെ ഞങ്ങൾ വികസനം കൊണ്ടുവരും. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഇരട്ട യന്ത്രം ഉള്ള ഒരു സർക്കാരായി മാറും. ഒരു യന്ത്രം ഡൽഹിയിൽ നിന്ന് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഇവിടെ നിന്ന് 2ാമത്തെ യന്ത്രം അതിനോടൊപ്പം ചേർന്ന് പോകുമ്പോൾ എന്തുമാത്രം പവറാണ് ആ ഒരു ഭരണത്തിലുണ്ടാവുക. അതെന്തുകൊണ്ട് ജനം മനസ്സിലാക്കുന്നില്ല? അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഭരണം തീർച്ചയായിട്ടും BJP ഇവിടെ കൊണ്ടുവന്നേ മതിയാവും. എങ്കിൽ മാത്രമേ വികസിത കേരളം ഉണ്ടാവുകയുള്ളൂ, ഇവിടേക്ക് വ്യവസായം വരികയുള്ളൂ, ഇവിടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയുള്ളൂ. ഇവിടെയുള്ള കടം എന്ന് പറയുന്ന 4.4 ലക്ഷം കോടി രൂപയുടെ കടം ആര് തീർക്കും എന്നാണ് കരുതുന്നത്? വികസനത്തിലൂടെ മാത്രമേ അതിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എന്ത് വളരാനും, ഇപ്പോൾ സ്ത്രീകളുടെ സൗഹൃദത്തിന് വേണ്ടി സ്ത്രീകൾക്ക് പബ്ലിക് ടോയ്ലറ്റ് എത്ര സ്ഥലത്തുണ്ട്? ഇവിടെ പുരുഷന്മാർക്ക് എവിടെയും പോകാം, പക്ഷേ സ്ത്രീകൾക്ക് സുഗമമായിട്ട് പോകാൻ പറ്റുന്ന ഇവിടെ കുറേ ഈ ടോയ്ലറ്റ് എന്നൊക്കെ വെച്ച പേരിന് കൊണ്ടുവന്ന് അഴിമതിയിൽ മുക്കി കുളിച്ച് കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് എത്ര പേർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്? അതുകൊണ്ട് എല്ലായിടത്തും സ്ത്രീകൾക്ക് സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾ, യുവാക്കളെ ഇതുപോലെ പഞ്ചാബിനേക്കാളും കവച്ചു വെച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ നാർക്കോട്ടിക് കേസുകൾ. മയക്കുമരുന്നിൻ്റെ ഹബ്ബായി മാറി കേരളം. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മയക്കുമരുന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റണ്ടേ നമുക്ക്? ആ യുവാക്കളെ നല്ല രീതിയിലേക്ക് വഴിതിരിച്ച് വിടണ്ടേ? അവർക്ക് AI ട്രെയിനിങ്, IT ട്രെയിനിങ് കൊടുത്ത് അവരെ ഈ ഭരണചക്രത്തിൻ്റെ, ഭരണയന്ത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റണ്ടേ? ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബാക്കി കിടക്കുന്നു. ജനം അത് തിരിച്ചറിയണം. ഇതുപോലെ കിട്ടുന്ന ഒരു കിറ്റെന്ന് പറയുന്ന പിച്ചക്കാശിന് വേണ്ടി നിൽക്കാതെ നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാം. നമുക്ക് വലിയ ഉയർച്ച, ഉന്നമനം സ്വപ്നം കാണാം. നമുക്ക് നല്ല നല്ല വീടുകളിൽ താമസിക്കാം, ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കിയെടുക്കാം, അഭിമാനത്തോടു കൂടി തല ഉയർത്തി ജോലി ചെയ്യാം. അല്ലാതെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പൊറോട്ടയ്ക്കും കള്ളിനും വേണ്ടി പ്രചരണ ജാഥ നയിക്കുന്നതല്ല നമ്മുടെ ഉന്നമനം എന്ന് പറയുന്നത്. നമ്മുടെ ഉന്നമനം എന്ന് പറയുന്നത് മാന്യമായിട്ടൊരു ഓഫീസിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യുക, നാടിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി നിലനിൽക്കുന്നത്.